friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ഡെക്കറേഷനും അതുപോലെ ഒരു ചോക്ലേറ്റ് ഗനാഷിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. ഞാൻ കേക്ക് ഇവിടെ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കേക്ക് തന്നെ പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കേക്ക് നല്ല വെറ്റാക്കാൻ വേണ്ടി ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലിൽ, ഞാൻ ഇപ്പോൾ ഒരു തേനിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ കേക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കോട്ടിംഗ് ആയിട്ട് നമ്മൾ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇടുമ്പോൾ കേക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രീം ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതും റിപ്പീറ്റ് അതുപോലെ തന്നെ ചെറിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കെല്ലാം വെക്കുമ്പോൾ നന്നായി ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെറ്റ്. അങ്ങനെ ഞാൻ 3 ലെയറും നന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ കട്ടിയിൽ തന്നെ നന്നായിട്ട് ക്രീമെല്ലാം ഒന്നും കൂടെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ക്രീം പരസ്പരം സ്പ്രെഡ് ചെയ്യാതെ അങ്ങ് കിട്ടും. നമ്മൾ നന്നായിട്ട് തന്നെ അത് ഫിനിഷ് ആക്കി എടുക്കുക. പിന്നെ സൈഡ് ഇതുപോലെയുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡിലൂടെ ഒന്ന് വലിച്ചെടുത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം കേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ നമുക്ക് ആ ലൈന് കറക്റ്റായിട്ട് അവിടെ കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് പിന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് അവിടെ കിടന്ന് മെൽറ്റ് ആയിക്കോളും. ഇത് നമ്മൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവെക്കുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്കിനി ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതിന് കേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പം സൈഡിലൂടെ മാത്രമേ എടുക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കേക്ക് ഡെക്കറേഷനൊക്കെ അങ്ങനെ സൈഡിലൊക്കെ നന്നായിട്ട് ഡ്രിപ്പ് ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഒരു ഓറഞ്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റോസറ്റ വരക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പം സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ ചെറിയ ഫ്ലവറും അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ്
ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഷുഗർ ബോൾസ് ആണെങ്കിൽ അങ്ങനെ കളർ സ്പ്രിങ്കിൾസ് കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിതിൻ്റെ മുകളിലേക്ക് ഷുഗർ ബോൾസ് ആണ്, ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് റോസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണോ കേക്കിൽ പേര് എഴുതേണ്ടത് അതൊക്കെ എഴുതി കൊടുക്കാം. അപ്പം ഈ രീതിയിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല മറ്റൊരു വീഡിയോ